നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്നവർ ആരാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും അത്. മനസ്സിലാക്കുക, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ വെറുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ നിങ്ങളോട് അസൂയ ഉള്ളവർ നിങ്ങളുമായുള്ള ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കാൻ നോക്കില്ല. അവർ നിങ്ങളുമായി സഹകരിച്ചു കൊണ്ട് മാത്രമേ നിങ്ങളോട് മനസ്സിൽ അസൂയ സൂക്ഷിക്കുകയുള്ളൂ. നിങ്ങൾ പോലും പ്രാധാന്യം കൊടുക്കാത്തതും ചിന്തിക്കാത്തതുമായ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങളുടെ സംസാര രീതിക്കും ഒക്കെ തന്നെ ആയിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് അവരുടേതായ ഒരു ഭാവനയുണ്ടാക്കി നിങ്ങളോട് അസൂയപ്പെടുന്നത്. അടുപ്പമുള്ളവർ തന്നെ അസൂയക്കാരായി മാറുന്നത് മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് അസൂയപ്പെട്ട് അകന്നു നിന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വലിയ വിജയം നേടുമോ എന്നുള്ള അവരുടെ ചിന്തയും അവർക്ക് അത് അംഗീകരിച്ചു തരാൻ കഴിയാത്തതും അവർക്ക് നിങ്ങളിൽ നിന്നും അകലാൻ ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങളോട് അസൂയ ഉള്ളവർ. ഒരിക്കലും നിങ്ങളെ അവർ മനസ്സറിഞ്ഞ് അംഗീകരിക്കാൻ ശ്രമിക്കില്ല. നിങ്ങളുടെ ഏതൊരു വിജയത്തെയും അവർ വളരെ നിസ്സാരമായേ കാണുകയുള്ളൂ. ആർക്കും ഒരു ദോഷവും ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങളിലൂടെ ജീവിക്കുന്നവർക്കാണ് അസൂയക്കാർ കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും അസൂയക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര വലിയ നേട്ടം നേടിയാലും അവർ നിങ്ങളെ ഒന്ന് കളിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആ നേട്ടത്തെ അംഗീകരിക്കുകയുള്ളൂ എന്ന സത്യം. ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അസൂയക്കാരോട് പങ്കുവയ്ക്കാതിരിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ അസൂയക്കാർ എന്ത് ചിന്തിക്കും എന്ന് പേടിച്ച് ചെയ്യാതിരിക്കരുത്. അവർ അവരുടെ രീതിയിലൂടെ ജീവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. ഏത് മോശാവസ്ഥയിലും നിങ്ങൾ നിങ്ങളായിരിക്കുക. മറ്റുള്ളവരുടെ ചിന്തകളിലൂടെ ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപും സ്വയം ശരിതെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ വിജയത്തിനായി മറ്റൊരാളുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാതിരിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുക. കുറച്ച് താമസിച്ചാലും നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തിപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.